ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. എനിക്ക് കുറച്ച് പച്ച കപ്പലണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 3 കപ്പലണ്ടി ഞാൻ 3 ചെടിച്ചട്ടിയിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ടെറസിലാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇത് വിളവെടുക്കാൻ സമയമായി. ഇതൊന്ന് പിഴുതു നോക്കാം. അപ്പം പിഴുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വെള്ളം ചട്ടിയിൽ തളിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിഴുതെടുക്കാൻ വളരെ ഈസിയാണ്. ഇതിന് വലിയ ചിലവൊന്നുമില്ല. ഒരുപാട് വളം ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് കോഴിക്കാരവും മലക്കറി വേസ്റ്റുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണമെന്ന് പോലും ഇല്ല. ആഴ്ചയിൽ 1-2 ദിവസം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. പക്ഷെ തറയിലാണെങ്കിൽ ഇതിനെക്കാട്ടും ഒരുപാട് കപ്പലണ്ടി നമുക്ക് കിട്ടിയേനെ. ഇത് വളർന്നു വരുമ്പോൾ ചെടി ഒന്ന് പതി വെച്ച് കൊടുത്തിട്ട് അതിൽ കുറേ മണ്ണും കൂടെ ഇട്ട് കൊടുത്തെങ്കിൽ അവിടെയും കപ്പലണ്ടി കിട്ടിയേനെ. എനിക്കിപ്പം ചെടിച്ചട്ടിയിലായത് കാരണം അങ്ങനെ ചെയ്യാനും പറ്റിയില്ല. എന്നാലും ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ചെടിയിൽ നിന്ന് ഇനി എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം. അപ്പം എനിക്ക് 3 ചട്ടിയിൽ നിന്ന് ഇത്രയും കിട്ടിയില്ലേ. ഏകദേശം 1.5 കിലോയോളം വരും. ഒരു പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കപ്പലണ്ടി കൃഷി. ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. പക്ഷെ അത് വിജയിച്ചു. അപ്പോൾ എല്ലാം നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. ബൈ.